യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അമ്മോന്യരെക്കുറിച്ചുള്ള അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇസ്രായേലിന് പുത്രന്മാരില്ലയോ? അവന് അവകാശിയില്ലയോ? പിന്നെ മൽക്കോം ഗാദിനെ കൈവശമാക്കി അവന്റെ ജനം അതിലെ പട്ടണങ്ങളിൽ പാർക്കുന്നതെന്ത്? ആകയാൽ ഞാൻ അമ്മോന്യരുടെ രബ്ബായിൽ യുദ്ധത്തിന്റെ ആർപ്പുവിളി കേൾപ്പിക്കുന്ന കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് അത് ശൂന്യമായി കൽക്കുന്നാകും. അതിൻ്റെ പുത്രീ നഗരങ്ങളും തീ പിടിച്ച് വെന്തുപോകും. ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവരെ കൈവശമാക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഹെശ്ബോനെ മുറയിടുക, ഹായി ശൂന്യമായി പോയിരിക്കുന്നുവല്ലോ. രബ്ബായുടെ പുത്രീ നഗരങ്ങളെ നിലവിളിപ്പിൻ, രട്ടുടുത്തുകൊള്ളുവിൻ. വിലപിച്ചുകൊണ്ട് വേലികൾക്കരികെ ഉഴന്നു നടപ്പിൻ. മൽക്കോമും അവന്റെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എല്ലാം പ്രവാസത്തിലേക്ക് പോകും. ആർ എൻ്റെ നേരെ വരുമെന്നു പറഞ്ഞ് തൻ്റെ ഭണ്ഡാരങ്ങളിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസത്യാഗിനിയായ പുത്രി, താഴ്വരകളിൽ നീ പ്രശംസിക്കുന്നത് എന്തിന്? നിന്റെ താഴ്വരകൾ ഒഴുകിപ്പോകുന്നു. ഇതാ, നിന്റെ ചുറ്റുമുള്ള എല്ലാവരാലും ഞാൻ നിനക്ക് ഭയം വരുത്തുമെന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ചൊവ്വിന് ചിതറിപ്പോകും. ഉഴന്നു നടക്കുന്നവരെ കൂട്ടിച്ചേർപ്പാൻ ആരുമുണ്ടാകിയില്ല. എന്നാൽ ഒടുക്കം ഞാൻ അമ്മോന്യരുടെ പ്രവാസം മാറ്റുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യെദോമിനെക്കുറിച്ചുള്ള അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: തേമാനിൽ ഇനി ജ്ഞാനമില്ലയോ? ആലോചന വിവേകികളെ വിട്ട് നശിച്ചുപോയോ? അവരുടെ ജ്ഞാനം ക്ഷയിച്ചുപോയോ? ദദാൻ നിവാസികളെ, ഓടിപ്പോകുവിൻ, പിന്തിരിഞ്ഞ് കുഴികളിൽ പാർത്തുകൊള്ളുവിൻ. ഞാൻ ഏശാവിൻ്റെ ആപത്ത് അവൻ്റെ ദർശനകാലം തന്നെ അവന് വരുത്തും. മുന്തിരിപ്പഴം പറിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ കാലാ പറിപ്പാൻ ചിലത് ശേഷിപ്പിക്കുകയില്ലയോ? രാത്രിയിൽ കള്ളന്മാർ വന്നാൽ തങ്ങൾക്കു മതിയാകുവോളം മാത്രമല്ലോ നശിപ്പിക്കുന്നത്. എന്നാൽ ഏശാവിനെ ഞാൻ നഗ്നമാക്കി അവന്റെ ഗൂഢസ്ഥലങ്ങളെ അനാവൃതമാക്കിയിരിക്കുന്നു. അവന് ഒളിച്ചുകൊള്ളുവാൻ കഴിയുകയില്ല. അവന്റെ സന്തതിയും സഹോദരന്മാരും അയൽക്കാരും നശിച്ചുപോയി, അവനും ഇല്ലാതെയായിരിക്കുന്നു. നിന്റെ അനാഥന്മാരെ ഉപേക്ഷിക്ക, ഞാൻ അവരെ ജീവനോടെ രക്ഷിക്കും. നിന്റെ വിധവമാർ എന്നിൽ ആശ്രയിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: പാനപാത്രം കുടിപ്പാൻ അർഹതയില്ലാത്തവർ കുടിക്കേണ്ടി വന്നു. പിന്നെ നിനക്ക് ശിക്ഷ വരാതെ പോകുമോ? നിനക്ക് ശിക്ഷ വരാതെ പോകയില്ല, നീയും കുടിക്കേണ്ടി വരും. ബൊസ്ര സ്തംഭനവും നിന്ദയും ശൂന്യവും ശാപവുമായി ഭവിക്കും. അതിൻ്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായി തീരുമെന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഒരുമിച്ച് കൂടി അതിൻ്റെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയെങ്കിൽ നിന്ന് കേട്ടു. ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചെറിയവനും മനുഷ്യരുടെ ഇടയിൽ നിന്ദിതനും ആക്കും. പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ, നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ നിന്റെ കൂടെ ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യദോം സ്തംഭന വിഷയമായി തീരും. അതിനരികത്തുകൂടി കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച് അതിൻ്റെ സകല ബാധകളും നിമിത്തം ചൂളകുത്തും. സൊദോമിൻ്റെയും ഗൊമോറയുടെയും അവയുടെ അയൽ പട്ടണങ്ങളുടെയും ഉന്മൂലനാശശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹം എന്ന പോലെ അവൻ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു. ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിനെ നിയമിക്കും. എനിക്ക് സമനായവൻ ആർ? എനിക്ക് നേരം കുറിക്കുന്നവൻ ആർ? എൻ്റെ മുമ്പാകെ നിൽക്കാവുന്ന ഇടയൻ ആർ? അതുകൊണ്ട് യഹോവ യെദോമിനെ കുറിച്ച് ആലോചിച്ച ആലോചനയും തേമാൻ നിവാസികളെ കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പിൻ. ആട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ചുകൊണ്ട് പോകും. അവൻ അവരുടെ മേച്ചൽ പുറങ്ങളെ
അവരോടുകൂടെ ശൂന്യമാക്കും. അവരുടെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഭൂമി നടുങ്ങുന്നു. ഒരു നിലവിളി, അതിൻ്റെ ഒച്ച ചെങ്കടലിൽ കേൾക്കുന്നു. അവൻ കഴുകനെ പോലെ പൊങ്ങി പറന്നു വന്ന് ബൊസ്രായുടെ മേൽ ചിറക് വിടർക്കും. അന്നാളിൽ എദോമിലെ വീരന്മാരുടെ ഹൃദയം നോവ് കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും.